ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു റീറ്റെയിൽ ട്രേഡേഴ്സിനെക്കാളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിനെയാണ് മാർക്കറ്റിൽ അപ്പർ ഹാൻഡ് എന്ന്. അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വരിക. സോ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ ലിക്വിഡിറ്റിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ഒരു പ്രൈസ് ലെവല് അധികം ചേഞ്ച് ചെയ്യാതെ ആ പ്രൈസിൽ ബൈയിങ്ങും സെല്ലിങ്ങും എളുപ്പമാക്കുക എന്നതാണ് ലിക്വിഡിറ്റി. ഓറൽസ് ആ പ്രൈസ് റേഞ്ചിൽ ലിക്വിഡിറ്റി ഉണ്ട് എങ്കിൽ ആ ഒരു റേഞ്ചിൽ നമുക്ക് എളുപ്പത്തിൽ ബൈയും സെല്ലും ചെയ്യാൻ പറ്റും. പ്രൈസ് അധികം ചേഞ്ച് വരാതെ നമുക്ക് അവിടെ എളുപ്പത്തിൽ ബൈയും സെല്ലും ചെയ്യാൻ പറ്റും. അതാണ് ലിക്വിഡിറ്റി. ഓക്കെ, ആൻഡ് നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ബൈയിങ്ങും സെല്ലിങ്ങും പ്രഷർ കൊണ്ട് പ്രൈസ് മൂവ് ചെയ്യിക്കുന്നു. ആൻഡ് മൂവ് ചെയ്യിക്കുന്നത് ലിക്വിഡിറ്റിയിലോട്ടാണ്. ലിക്വിഡിറ്റി എന്തിനാണ് ഇൻസ്റ്റിറ്റ്യൂഷന്? അവരുടെ ബൈയും സെല്ലും ഓർഡർ എളുപ്പത്തിൽ ഫില്ലാക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷനെ റീറ്റെയിൽ ട്രേഡറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിരിക്കും അവർക്ക് ബൈയോ സെല്ലോ ചെയ്യാനുള്ളത്. അപ്പോൾ അവരുടെ ട്രേഡ് കംപ്ലീറ്റ് ആക്കാൻ അല്ലെങ്കിൽ ഒരു ട്രേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹ്യൂജ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ലിക്വിഡിറ്റി ആവശ്യമുണ്ട്, ലിക്വിഡിറ്റി സോൺ ആവശ്യമുണ്ട്. എന്തിനാണ്? പ്രൈസ് അധികം ചേഞ്ച് ആവാതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ അത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി ഒരുമിച്ച് അങ്ങോട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഭയങ്കര രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കും, ഭയങ്കര രീതിയിൽ മോളോട്ട് സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കും. അത് അവർക്കാണ് പ്രശ്നം. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ അവരുടെ കംപ്ലീറ്റ് ഓർഡർ അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഓർഡേഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ പ്രൈസ് മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ ഓർഡർ ചിലപ്പോൾ പാർഷ്യലി ഫില്ലായേക്കാം. ഓർഡേഴ്സ് അവർ വിചാരിച്ച പ്രൈസിൽ അവർക്ക് കംപ്ലീറ്റ് ഓർഡേഴ്സ് അവർ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡ് എൻ്റർ ചെയ്യാനോ ഒരു ഫിക്സഡ് അവർ വിചാരിക്കുന്ന പ്രൈസ് റേഞ്ചിൽ അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അവർ ലിക്വിഡിറ്റി ഉപയോഗിക്കുന്നത്. പ്രൈസ് അധികം ചേഞ്ച് ചെയ്യാതെ ആ ലിക്വിഡിറ്റി സോണിൽ വന്നിട്ട് അവരുടെ ആ ഹ്യൂജ് ഓർഡേഴ്സ് അവിടെ പ്ലേസ് ചെയ്യും. ഓക്കെ, ഹ്യൂജ് ഓർഡേഴ്സ് അവർ പ്ലേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് വീണ്ടും ഞാൻ മെൻഷൻ ചെയ്യണം. ഫോർ എവറി സെൽ ദർ ഈസ് എ ബൈ ആൻഡ് ഫോർ എവറി ബൈ ദർ ഈസ് എ സെൽ. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യണം, ഹ്യൂജ് ബൈ ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അത്രയും സെല്ലേഴ്സ് വേണം. അവർ എത്ര ക്വാണ്ടിറ്റി ബൈ ചെയ്യുന്നോ അത്രയും ക്വാണ്ടിറ്റി അവിടെ സെല്ലേഴ്സ് വേണം. ഇവർ ഈ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത് ലിക്വിഡിറ്റി സോണിലാണെങ്കിൽ ഇവർ ആ ലിക്വിഡിറ്റി സോണിൽ ബൈ ചെയ്യാൻ നോക്കുന്നെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി ആ ലിക്വിഡിറ്റി സോണിൽ സെല് ചെയ്യാൻ ആൾക്കാർ വേണം, ട്രേഡേഴ്സ് വേണം. സോ അവരാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അവരുടെ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. അത് കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞു പോവുകയാണ്, നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ അവരുടെ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ലിക്വിഡിറ്റി സോണിൽ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുന്നു. ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അവിടെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ നിർത്തിയിരിക്കുന്നു. എന്തിന്? ഇവരുടെ ട്രേഡിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കാൻ. ഓറൽസ് ഇൻസ്റ്റിറ്റ്യൂഷനെ അവരുടെ ഓർഡർ ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ അത്രയും ഓർഡർ എക്സിറ്റ് അടിക്കാനോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്രേഡിന് എക്സിറ്റ് ആവാനോ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാനോ യൂസ് ചെയ്യുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സിനെയാണ്. അവരുടെ സ്റ്റോപ്പ് ലോസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ എൻട്രി എടുക്കുന്ന പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ എക്സിറ്റ് എടുക്കുന്ന പോയിന്റ് ആയിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഏതെങ്കിലും ഒരു പൊസിഷൻ മാർക്കറ്റിൽ എപ്പോഴാണോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തുകൊണ്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ലോസ് ആക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 90% ഓഫ് റീറ്റെയിൽ ട്രേഡേഴ്സും ലോസ് ആണെന്ന് പറയുന്നത്. ബിക്കോസ് ഈ 90% ഓഫ് ട്രേഡേഴ്സും എടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓപ്പോസിറ്റ് ട്രേഡാണ്. ഓറൽസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവരെ കൊണ്ട് ഓപ്പോസിറ്റ് ട്രേഡ് എടുപ്പിക്കുന്നു. അതൊന്നുകൂടെ പറയാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൈസ് മൂവ് ചെയ്യുന്നത് ബൈയിങ് ആൻഡ് സെല്ലിങ് പ്രഷർ കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ആ ബൈയിങ് ആൻഡ് സെല്ലിങ് പ്രഷർ കൊണ്ട് പ്രൈസ് പോകുന്നത് ലിക്വിഡിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ ആ ലിക്വിഡിറ്റിയിൽ അവരുടെ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ കൊണ്ട് എത്തിക്കാൻ ഇവർക്ക് പ്രൈസും അതുപോലെ പ്രൈസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ മാനിപ്പുലേറ്റിംഗ് പ്രൈസ്.
നിങ്ങൾ മാർക്കറ്റിൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഇപ്പോൾ ഓക്കെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ പറയാം. ഒരു ലെവലിൽ ഓക്കെ ഈ ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല, പ്രൈസ് ഒരുപാട് നേരമായിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ട്രേഡിലിരിക്കുമ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ്, ഒരു 5 മിനിറ്റ് ക്ലോസ് മേലോട്ട് വെക്കുകയാണ്. അപ്പോൾ ദേ തിങ്ക് ലൈക്ക് ഓക്കെ ദാറ്റ്സ് എ ഗുഡ് ബ്രേക്ക് ഔട്ട്, അപ്പോൾ ഞാൻ ലോങ് പൊസിഷൻ എടുക്കാം. അപ്പോൾ അവർ ലോങ് പൊസിഷൻ എടുക്കും. ബട്ട് ആക്ച്വലി അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരിക്കും. പ്രൈസ് വീണ്ടും റിവേഴ്സ് അടിച്ച് താഴോട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈസ് ബ്രേക്ക് ഔട്ട് ആയി എന്ന് റീറ്റെയിൽ ട്രേഡേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഒരു ബാഡ് പൊസിഷനിൽ അവിടെ എത്തിക്കുന്നു. എന്തിനാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹ്യൂജ് ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവരെ കൊണ്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ കൊണ്ട് മനഃപൂർവ്വം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് എടുപ്പിക്കുന്നു. ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉറപ്പായിട്ടും. അതിനു വേണ്ടിയിട്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കീപ്പ് ചെയ്യണം. ഞാൻ പറയുന്ന പോയിന്റ് വീണ്ടും വീണ്ടും കീപ്പ് ചെയ്ത് എഴുതി കീപ്പ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഞാൻ പറയുന്നതിന് എല്ലാത്തിൻ്റെയും എന്താണ് അർത്ഥം എന്ന് മനസ്സിലാവും. അപ്പോൾ സോ കമ്മിങ് ടു ദ പോയിന്റ്, റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരാം. അവർ യൂസ് ചെയ്യുന്ന എല്ലാ സ്ട്രാറ്റജിയും അതുപോലെ ഒട്ടുമിക്ക എല്ലാ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ബേസ്ഡ് ഓൺ പ്രൈസ് ആൻഡ് ടൈമാണ്. എന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന ഇൻഡിക്കേറ്റേഴ്സിലൂടെയും സ്ട്രാറ്റജീസിലൂടെയും അവർ ബേസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രൈസും ടൈമുമാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ പ്രീവിയസ്ലി എങ്ങനെയാണ് ആ ഒരു മൂവ്മെന്റ് ആക്ട് ചെയ്തത്, അത് ഏത് ടൈമിലാണ് ആക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ പ്രൈസ് എങ്ങനെയാണ് ആക്ട് ചെയ്തത് എന്നതിൻ്റെ ഒരു കമ്പാരിസണും ഒരു അനാലിസിസ് ഒക്കെ ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയും. മെജോറിറ്റി സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും. സോ ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് കൂടുതലും റിലേ ചെയ്യുന്നത് പ്രൈസിലും ടൈമിലുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറവ് പ്രൈസിൽ ഡിസ്കൗണ്ട് റേറ്റിൽ വാങ്ങിക്കാനും അതുപോലെ നല്ലൊരു പ്രൈസ് ആകുമ്പോൾ അവർ വിൽക്കാനും നോക്കും, സെല്ല് ചെയ്യാനും നോക്കും. കംപ്ലീറ്റ്ലി ബയാസ്ഡ് ഓൺ പ്രൈസ് റേഞ്ച് കുറവുള്ളപ്പോൾ മേടിക്കാനും കൂടുതലുള്ളപ്പോൾ വിൽക്കാനും അങ്ങനെയുള്ളൊരു ബയാസ്ഡ് ആയിരിക്കും കംപ്ലീറ്റ് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ മൈൻഡ്. അവർ പ്രൈസിലാണ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ്. ബട്ട് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷന് പറ്റും. റീറ്റെയിൽ ട്രേഡേഴ്സ് പ്രൈസിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ് ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടത്. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവരത് ഫോക്കസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യും. ബ്രേക്ക് ഔട്ട് ആയിട്ടും ബ്രേക്ക് ഡൗൺ ആയിട്ടും ഇത് റിവേഴ്സൽ ആയിട്ടും അതുപോലെ റിജക്ഷൻ ആയിട്ടൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൈസിന് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ട്. ബിക്കോസ് അവരുടെ സ്ട്രെങ്ത് ആണ്. അവർക്ക് ബൈയിങ്ങും പ്രഷറും കൊണ്ടുവരാൻ ബൈയിങ്ങും ആൻഡ് സെല്ലിങ് പ്രഷറും കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഇതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രൈസ് എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞത് പ്രകാരം റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കൺസെപ്റ്റ് ഇനി നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മളിനി റീറ്റെയിൽ ട്രേഡേഴ്സിനെ കുറിച്ച് പോകുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കംപ്ലീറ്റ് മാർക്കറ്റും കൺട്രോൾ ചെയ്യുന്നത് മനസ്സിലായി. അവരുടെ ഹ്യൂജ് ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 90% ഓഫ് ലോസ് എടുക്കുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിനും ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് കേൾക്കുന്നതിൻ്റെ മുന്നേ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ആദ്യം തൊട്ട് വീഡിയോ തുടങ്ങി കാണേണ്ടി വരും. എന്നിട്ട് അങ്ങോട്ട് പോയാലോ ക്ലിയർ ആകും. അപ്പോൾ മനസ്സിലായി, മാർക്കറ്റിൽ മുഴുവൻ അപ്പർ ഹാൻഡും മുഴുവൻ കൺട്രോളും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് റീറ്റെയിലിംഗ് കൺസെപ്റ്റും റീറ്റെയിൽ സ്ട്രാറ്റജീസും ഒന്നല്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ അവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, അവരെ ഏത് ഓർഡർ എന്ത് പൊസിഷനാണ് എടുക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ ട്രേഡ് ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ചെയ്യുന്നത് അതുപോലെ ട്രേഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അവരെങ്ങനെ ചെയ്യുന്നത് കണ്ടുപിടിക്കാം, മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഡാറ്റാസൊക്കെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ സ്ട്രാറ്റജീസൊക്കെ ബേസ്ഡ് ഓൺ പ്രൈസും ടൈമും ആണെങ്കിൽ, ആൻഡ് ഈ പ്രൈസും ടൈമും ഇവരെ കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പിന്നെ എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മൂവ് കണ്ടുപിടിക്കുക? ബുദ്ധിമുട്ടല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൂവ് കണ്ടുപിടിക്കാൻ നമ്മളുടെ കയ്യിൽ ഒരേ ഒരു മാർഗമുള്ളൂ, മാർക്കറ്റിലെ രാജാവ് ഓറൽസ് എൻറ്റയർ മാർക്കറ്റും ബേസ്ഡ് ഓൺ ഈ ഒരു കാര്യമാണ്, വോളിയം.
വോളിയം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിങ്ക് അഗൈൻ. ഈ താഴെ കാണുന്ന ഒരു ചാർട്ടിന് താഴെ കാണുന്ന റെഡ് ആൻഡ് ഗ്രീൻ ബാർ ആൻഡ് വോളിയം സ്പൈക്ക് അല്ലെങ്കിൽ ലോ വോളിയം, ആവറേജ് വോളിയം, ഇതൊന്നും അല്ല വോളിയം. വോളിയം ഇതിലും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് വോളിയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് വോളിയം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തെറ്റാണ്. വോളിയം അതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ആൻഡ് ഇങ്ങനെയാണ് നിങ്ങൾ വോളിയം മനസ്സിലാക്കേണ്ടത് എന്ന് ആദ്യം തന്നെ നമുക്ക് ബയാസ് ചെയ്ത് തന്നു. ഓരോ ടൈം ഫ്രെയിമിലും വലിയൊരു ബാറും വലിയൊരു സ്പൈക്കും റെഡ് ആൻഡ് ഗ്രീൻ ബാർസൊക്കെ കാണിച്ചുകൊണ്ട് തന്ന് നമുക്ക് വോളിയം ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള ബയാസ്, മെൻ്റലി നമ്മളെ അത് ബയാസ്ഡ് ആക്കി. സോ അവിടെ നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്യണം. വോളിയമാണ് നമുക്കുള്ള ലൂപ്പ് ഹോൾ. ബിക്കോസ് എന്തുകൊണ്ട് വോളിയം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇൻസ്റ്റിറ്റ്യൂഷന്? വോളിയം എന്താണ്? വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഡ്യൂറിങ് ആ ഒരു ട്രേഡിംഗ് സെഷനിൽ നടന്ന ടോട്ടൽ ട്രാൻസാക്ഷനാണ് വോളിയം. ടോട്ടൽ ബൈ ആൻഡ് സെൽ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് ആണ് വോളിയം. സോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, പല റീറ്റെയിൽ ട്രേഡേഴ്സ് ഉണ്ടാവും. ഇവരുടെ എല്ലാം ഓർഡേഴ്സ് റെക്കോർഡ് ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു മാർക്കറ്റ് മേക്കേഴ്സിനെയും അല്ലെങ്കിൽ ആർക്കും ഈ വോളിയത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എനിവേ ഇവർ വോളിയം വെച്ച് നമ്മളെ പറ്റിക്കാൻ നോക്കുന്നുണ്ട്. ജസ്റ്റ് ടു മെൻഷൻ, ഐസ്ബർഗ് ഓർഡേഴ്സ് ആയിട്ടും സ്പൂഫിംഗ് ആയിട്ടും ഇതെല്ലാമായിട്ട് ഓർഡർ ഫ്ലോയിൽ പറ്റിക്കാൻ നോക്കുന്നുണ്ട്. വേർഡുകൾ കണ്ടിട്ട് അറിയുന്നില്ല എങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. സോ വോളിയം പറ്റിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വോളിയം ഇവർക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡഡ് വോളിയം ഇവർക്ക് ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് റീറ്റെയിൽ ട്രേഡേഴ്സിനുള്ള ഏക ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് വോളിയമാണ്. വോളിയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വോളിയത്തിലൂടെ. മാർക്കറ്റിലെ എല്ലാ മേജർ മൂവ്മെൻറ്റും എൻജിനീയർ ചെയ്തിരിക്കുന്നത് ത്രൂ ഓർ ബേസ്ഡ് ഓൺ വോളിയമാണ്. വോളിയം ബേസ് ചെയ്തിട്ടാണ് എല്ലാ മേജർ മൂവും മാർക്കറ്റിൽ നടക്കുന്നത്. ബിക്കോസ് വോളിയം ഇല്ലെങ്കിൽ അവിടെ ബൈയിങ് ഓർ സെല്ലിങ് മൂവ്മെൻ്റ് തന്നെ ഇല്ല, അല്ലെങ്കിൽ ഓർഡേഴ്സ് തന്നെ ഇല്ല. പിന്നെ എങ്ങനെ ആ പ്രൈസ് മൂവ് ചെയ്യും? സോ ബൈയിങ് ആൻഡ് സെല്ലിങ് വോളിയമാണ് എല്ലാ മേജർ മൂവ്സിനും, മാർക്കറ്റിലുള്ള എല്ലാ മേജർ മൂവ്മെൻറ്റിനും കാരണം. അത് അപ്പ് ആണെങ്കിലും ഡൗൺ ആണെങ്കിലും വോളിയം വേണം. മാർക്കറ്റിൻ്റെ ഭാഷയാണ് വോളിയം എന്ന് പറയും. ദ ലാംഗ്വേജ് ഓഫ് മാർക്കറ്റ് അത് വോളിയമാണ്. സോ ആ വോളിയം പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ നമ്മൾക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോലും അറിഞ്ഞിട്ടില്ല, മുഴുവനായിട്ടും അറിഞ്ഞിട്ടില്ല. സോ ആ വോളിയം, ആ ഭാഷ, മാർക്കറ്റിൻ്റെ ഭാഷ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കണം. വോളിയം ഇസ് ദ കിങ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള ലൂപ്പ് ഹോളാണ് വോളിയം എങ്കിൽ ആ വോളിയം നമ്മൾ നേരെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യരുത് എന്ന രീതിയിൽ നമുക്ക് വോളിയം പ്രസൻറ്റബിളി വോളിയം അതിന്ന് വലിയ ഡാറ്റ ഒന്നും കിട്ടുന്നില്ല. ഗ്രീൻ ആൻഡ് വലിയ റെഡ് ബാർസ് ഒന്നും അല്ല വോളിയം. അതുകൊണ്ട് തന്നെ ഒരുപാട് തെളിവുകൾ അവിടെ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ചെയ്തത് എന്നുള്ള ഡാറ്റ ഈ വോളിയത്തിലുണ്ട്. അവർക്കത് ഹൈഡ് ചെയ്യാനും പറ്റുന്നില്ല. ആ തെളിവ് കണ്ടുപിടിക്കാൻ, ആ വോളിയത്തിലുള്ള ആ തെളിവ് കണ്ടുപിടിക്കാൻ റീറ്റെയിൽ ട്രേഡേഴ്സിന് പറ്റുന്നില്ല. റീറ്റെയിൽ ട്രേഡേഴ്സിനെ അറിയുന്നില്ല, അല്ലെങ്കിൽ അവർ അന്വേഷിച്ച് പോകുന്നില്ല. അവരെപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇത് ബ്രേക്ക് ഔട്ട് ആണോ, ബ്രേക്ക് ഡൗൺ ആണോ, അല്ലെങ്കിൽ ഇത് അപ്പ് മൂവ്മെൻ്റ് ആണോ, ബുള്ളിഷ് ആണോ, ബിയറിഷ് ആണോ. ഇവർ കംപ്ലീറ്റ്ലി ബയാസ്ഡ് ആണ്. കുറേ ജാർഗൺസുമായിട്ട് ബുള്ളിഷ് ബയാസ്, ബ്രേക്ക് ഔട്ട് ഓർ ബിയറിഷ് ബയാസ്, അങ്ങനെ കുറേ വേർഡ്സുമായിട്ട് ബയാസ്ഡ് ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഡിഫറെൻ്റ് ആക്കിയാൽ മാർക്കറ്റിനെ മനസ്സിലാക്കുന്ന രീതിയിൽ ഡിഫറെൻ്റ് ആവും. എന്തുകൊണ്ട് 90% ഓഫ് റീറ്റെയിൽ ട്രേഡേഴ്സും ഫെയിലായി? എന്തുകൊണ്ട് പെട്ടെന്നൊരു സഡൻ മൂവ്മെൻറ്റ് പ്രൈസിലുണ്ടായി? എന്തുകൊണ്ട് അവിടെ റിവേഴ്സായി? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വോളിയം ഇങ്ങനെ പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു പോയിന്റിൽ വോളിയം സ്പൈക്ക് ഉണ്ടായത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാറ്റി നോക്കിയാൽ ആ ഒരു മാർക്കറ്റിനെ കാണുന്ന രീതി നിങ്ങൾക്ക് മാറി തുടങ്ങും. സോ വോളിയത്തിനെ കുറിച്ച് പഠിക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഹൈ വോളിയം, ലോ വോളിയം, ഓറൽസ് എത്ര വോളിയം എപ്പോൾ കൂടുതലുണ്ടായി, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ അല്ല.
ഇൻസ്റ്റിറ്റ്യൂഷൻസ് വോളിയത്തിൽ വിട്ടുപോകുന്ന തെളിവുകളുണ്ട്. ആ തെളിവ് നമുക്ക് കണ്ടെത്തിയാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യാം, അവരുടെ കൂടെ ട്രേഡ് ചെയ്യാം, വിച്ച് മീൻസ് പ്രോഫിറ്റബിളായി ട്രേഡ് ചെയ്യാം.